ഇന്ന് നമുക്ക് മാംഗ്ലൂർ ഉടുപ്പി സൈഡിലെ ഒരു ട്രഡീഷണൽ ദോശ ട്രൈ ചെയ്ത് നോക്കിയാലോ. സുർണേലി ദോശ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു തരം സ്വീറ്റ് ദോശയാണ്. ഇത് സ്വീറ്റ് അല്ലാതെയും ഉണ്ടാക്കാം. അതിലേക്കായി ഞാൻ 2 കപ്പ് പച്ചരി, പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ വേണ്ട കേട്ടോ, ഞാൻ 4 മണിക്കൂർ ഇട്ടു ഒന്ന് കുതിർത്താനായിട്ട് വെക്കുക. ഇവിടെ അരി നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ജാറിലേക്ക് ഈ അരി ഇടുക. പിന്നെ നമ്മൾ ഒരു 3/4 കപ്പ് നാളികേരം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് അവിലിടണം. അതെന്താണെന്ന് വെച്ചാൽ വെളുത്ത അവിലായതുകൊണ്ട് ഒന്ന് നനച്ചിട്ട് അരച്ചെടുത്താൽ മതി. ആദ്യം ഇത് നാളികേരം കൂട്ടി ഞാൻ ഈ മാവിനെ അരച്ചെടുക്കുകയാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടണം, പക്ഷേ മഞ്ഞൾപ്പൊടി ഞാൻ അരയ്ക്കുമ്പോൾ ഇടുന്നില്ല. ശർക്കരയും ഇടണം. അത് രണ്ടും ഞാൻ അരയ്ക്കുമ്പോൾ ഇടില്ല. അരയ്ക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഈ മാവ് അരച്ചെടുത്ത ശേഷം, കാരണം പൊടി ശർക്കരയാണ്, അത് കലർത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ 2 പാർട്ടായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടപ്പോൾ ജാറ് നിറഞ്ഞു. അത് കാരണം ഞാൻ അവിലിൻ്റെ കൂടെ തൈര് എന്ന് പറയുന്നത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. അത് വേറെയാണ് അരച്ചെടുത്തത് കേട്ടോ. അതാണ് ഇപ്പോൾ കാണിച്ചത്. മറ്റേത് ആദ്യം തന്നെ അരച്ചെടുത്തു. അപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തു. അപ്പോൾ അതിന്ന് കുറച്ച് മാവ് ഞാൻ മാറ്റി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് 2 ഗ്ലാസ് പച്ചരി, കുറച്ച് ഉലുവ, നാളികേരം, തൈര്, ഒരു പിടി അവിയൽ, ഇതെല്ലാം കൂടി അരച്ചതാണ് ഇത്. അതിലൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. ഇനി നമ്മൾ ശർക്കര പൊടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി നമ്മൾ ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രാത്രിയെ ചെയ്യണമെങ്കിൽ നമുക്ക് രാവിലെ ചുടാം. അല്ല, രാവിലെയാണ് നമ്മളിതെല്ലാം കലക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കലക്കി വെച്ചത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ചങ്ങ് വെക്കാം. നാളെ രാവിലെ ആകുമ്പോഴേക്കും നല്ല പോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ പുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ പകുതി മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആകെ ഇടാത്തത് ശർക്കര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയും നമുക്ക് ചുട്ടെടുക്കാം. മധുരം വേണ്ടാന്നുള്ളവർക്ക് ശർക്കര ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ദോശക്കല്ല് ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ ദോശ നമുക്ക് നോർമൽ ദോശ മാതിരി ചട്നി കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അല്ല, വെറുതെയും കഴിക്കാൻ പറ്റും. പക്ഷേ ചട്നി വേണ്ടവർക്ക് ചട്നി കൂട്ടി കഴിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ മാംഗ്ലൂർ ഉടുപ്പി ട്രഡീഷണൽ സുർണേലി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.